വചന വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കാര്യവിചാരകത്വം, ലോകത്തിൻ്റെ അധികാരയുക്തിയെ അട്ടിമറിക്കുന്ന വിശ്വസ്തതയും സുതാര്യതയും എന്നുള്ളതാണ്. ഇതിന് ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint Luke, chapter 19, verses 11 to 27. ദൈവരാജ്യത്തിനായുള്ള അധ്വാനങ്ങൾ അത്യധികം ലാഭകരമായി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഉപദേശം നൽകുന്ന കഥ എന്ന നിലയിലാണ് നമ്മൾ പലരും കർത്താവായ യേശു പറഞ്ഞ താലന്തുകളുടെ ഉപമയെ സമീപിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 14 മുതൽ 30 വരെയുള്ള വേദഭാഗം പരിശോധിച്ചാൽ അപ്രകാരമുള്ള ഒരു വ്യാഖ്യാനം യുക്തിസഹമാണ് എന്ന് കാണാം. എന്നാൽ ലൂക്കോസ് ഈ ഉപമ പറയുമ്പോൾ രാജകീയ അധികാരം സ്വീകരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. പോകുന്നതിന് മുൻപ് അദ്ദേഹം 10 ദാസന്മാർക്ക് ഓരോ നാണയം നൽകുകയും മടങ്ങി വരുന്നതുവരെ വ്യാപാരം ചെയ്യാൻ അവരോട് പറയുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവന്റെ പൗരന്മാർ അയാളെ വെറുക്കുകയും അവന്റെ ഭരണത്തെ എതിർക്കുകയും ചെയ്യും. അവൻ രാജാവായി മടങ്ങിയെത്തുമ്പോൾ തന്റെ ദാസന്മാരെ വിളിക്കുന്നു. ഒരാൾ തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഒരു നാണയത്തെ 10 മറ്റൊരാൾ 5 വർദ്ധിപ്പിച്ചു. ഇരുവർക്കും യജമാന പ്രീതിയാൽ അധികാരവും ലഭിക്കുന്നു. ശേഷമുള്ള 8 പേരിൽ ഈ വിധത്തിൽ വ്യാപാരം നടത്താൻ വിസമ്മതിക്കുകയും എന്നാൽ നാണയം സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്ത 3-ാമത്തെ സേവകനെ ശാസിക്കുകയും അത് അവങ്കിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യും. രാജാവ് പ്രഖ്യാപിക്കുന്നു, ഉള്ളവർക്കെല്ലാം കൂടുതൽ നൽകപ്പെടും, എന്നാൽ ഇല്ലാത്തവരിൽ നിന്ന് അവരുടെ പക്കൽ ഉള്ളതുപോലും എടുത്തു കളയും. സുവിശേഷകനായ ലൂക്കോസ് രാജ്യത്വത്തിന്റെ അധികാരത്തിന്റെ ഈ കഥ പറയുമ്പോൾ യേശു കഴുതക്കുട്ടിമേൽ കയറി യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിന് തൊട്ടു മുൻപ് അതിനെ സ്ഥാപിക്കുന്നു. ആ കാലത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒരു ടെക്സ്ച്വൽ പൊസിഷനിങ് വളരെ സങ്കീർണമായ അർത്ഥതലങ്ങൾ പേറുന്നവയാണ്. ചൂഷണത്തിന്റെ യുക്തിയെ ദൈവരാജ്യത്തിന്റെ യുക്തിയായി തെറ്റിദ്ധരിക്കുന്നത്, അപ്രകാരം വ്യാഖ്യാനിക്കുന്നത് കേവലം ഉപരിപ്ലവമായ തെറ്റായ ഒരു വായനയുടെ ലക്ഷണമാണ്. ക്രിസ്തീയ കാര്യവിചാരകത്വം ലോകത്തിന്റെ അധികാര യുക്തിയെ അട്ടിമറിക്കുന്ന വിശ്വസ്തതയും സുതാര്യതയും മുൻപോട്ട് വയ്ക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. നാം ആരുടെ കൂടെയാണ്? ഏത് രാജാവിനെ ശുശ്രൂഷിക്കുവാനാണ്, ചേർന്ന് നിൽക്കുവാനാണ് നാം താല്പര്യപ്പെടുന്നത്? ഏത് കാര്യവിചാരക മാതൃകയാണ് നാം അനുകരിക്കുന്നത്? ഏതു വിധേനയും 1-10 ഭൗമിക രാജാക്കന്മാരുടെ ചൂഷണപരമായ ആധിപത്യമോ ക്രിസ്തുവിന്റെ കൂട്ടുകാരനു വേണ്ടി ജീവൻ പങ്കുവെച്ച് നൽകുവാൻ തുനിയുന്ന കാര്യവിചാരകത്വമോ? ഈ ഉപമ വളരെ സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. 3 വാക്കുകൾ ഈ ധ്യാനത്തിൽ ചേർത്ത് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു: പ്രതിബദ്ധത, പ്രതിരോധം, പ്രതിഫലനം. അലീജിയൻസ്, റെസിസ്റ്റൻസ്, റിഫ്ലക്ഷൻ. 1. കാര്യവിചാരകത്വം പ്രതിബദ്ധതയുടെ പ്രകാശനമാണ്. നാം ആരുടെ പക്ഷത്ത്? ഉപമയിൽ ഒരു മനുഷ്യൻ രാജ്യത്വം സ്വീകരിക്കാൻ പോകുന്നു. അധികാരം എന്നത് നിയമവിധേയമായ ചൂഷണത്തിനുള്ള ഒരു മാർഗമായി മാത്രം കരുതപ്പെട്ടിരുന്ന ആ കാലത്ത് ഈ മനുഷ്യന്റെ ആഗ്രഹം സതുദ്ദേശപരമോ എന്ന് സന്ദേഹിക്കണം. അവന്റെ രാജസ്ഥാനലബ്ധി നാടിന് ദോഷകരമാകുമെന്ന് തിരിച്ചറിയുന്ന പലരും അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച് അത് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നത് ശ്രദ്ധേയമാണ്. അധികാരം നേടുന്നതിനായി അക്ഷരാർത്ഥത്തിൽ റോമിലേക്ക് പോവുകയും നിന്ദിതനായി മടങ്ങുകയും ചെയ്ത ഹെരോദാവിന്റെ മകൻ അർക്കലയോസിനെ പോലെയുള്ള ഭരണാധികാരികളുടെ ചരിത്രത്തിന്റെ ഓർമ്മ ഇവിടെ പ്രതിധ്വനിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ സംവിധാനത്തിൽ രാജഹൃദയം പോലെ തന്നെ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, അതായത് 1-10, 5 ഭീകരമായ ലാഭ പെരുക്കത്തിന് ഉന്നം വയ്ക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നത് ഇന്നിന്റെയും നേർക്കാഴ്ചയാണ്. കാര്യവിചാരകത്വം എന്നത് സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയ ധാർമ്മിക മേഖലകളിലും ബാധകമാണ്. ഒരുവൻ ഏത് സംവിധാനത്തോട് കൂറു പുലർത്തുന്നു എന്നത് അവന്റെ കാര്യവിചാരക ബോധ്യത്തിന്റെ അടയാളമാണ്.
ആദ്യ 2 ദാസന്മാർ തങ്ങളുടെ പ്രതിബദ്ധത അഥവാ അലീജിയൻസ് യജമാനന്റെ ചൂഷണ സംവിധാനത്തോട് തന്നെ എന്ന് വെളിപ്പെടുത്തുന്നു. നമ്മുടെ പ്രതിബദ്ധത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും മുഖമുദ്രയായ ദൈവരാജ്യത്തോടാണോ, അതോ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ നിക്ഷേപങ്ങൾ അന്യായമായി വാരിക്കൂട്ടുവാൻ ശ്രമിക്കുന്ന ചൂഷണ സംവിധാനങ്ങളോടാണോ എന്ന് അത് കാണിക്കുന്നു. 2, കാര്യവിചാരകത്വം ചൂഷണ സംസ്കാരത്തോടുള്ള പ്രതിരോധമാണ്. പുരാതന പലസ്തീനിൽ സമ്പത്ത് വർദ്ധിപ്പിച്ച ദാസന്മാർക്ക് ചൂഷണത്തിലൂടെ, അതായത് പലിശ, അന്യായമായ വ്യാപാരം, ദരിദ്രരുടെ പക്കൽ നിന്നുള്ള നികുതി പിടിച്ചുപറി ആദിയായവ മുഖാന്തരം മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 1 നിന്ന് 10ഉം 5ഉം ഒക്കെ ഇരട്ടി വർദ്ധിപ്പിച്ച തന്റെ ദാസന്മാർ തന്റെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഈ കഥയിലെ രാജാവ് അവരെ പ്രശംസിക്കുന്നു, അധികാരവും പകുത്തു കൊടുക്കുന്നു. നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ പലപ്പോഴും പരിഹസിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന 3ാമത്തെ ദാസൻ യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധം തീർക്കുകയാണോ? ചൂഷണം അടിസ്ഥാനമാക്കിയ ഒരു സംവിധാനത്തിൽ താൻ പങ്കെടുക്കുവാൻ വിസമ്മതിക്കുന്നു. പരാജയം എന്ന് അയാൾ മുദ്രയിടപ്പെടുമ്പോഴും അയാൾ ഈ ലോകത്തിന് മനസ്സിലാക്കാനാവാത്ത ഒരു വ്യത്യസ്ത വ്യവസ്ഥതയോടുള്ള വിശ്വസ്തതയാണ് പുലർത്തുന്നത്. അതിനെതിരായി വരുന്ന എല്ലാത്തിനോടുമുള്ള ഒരു ശക്തമായ പ്രതിരോധമാണ് തീർക്കുന്നത്. കൈസരിന്റെ സാമ്രാജ്യത്തിന്റെ യുക്തി 26ാം വാക്യം തുറന്നു കാട്ടുന്നു. ഉള്ളവർക്ക് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് അവരുടെ പക്കലുള്ളതുപോലും എടുക്കപ്പെടും. ഇന്ന് ചൂഷണത്തിൽ പങ്കുചേരുവാൻ എല്ലായിടത്തു നിന്നും നാം ക്ഷണിക്കപ്പെടുമ്പോൾ ക്രിസ്തീയ കാര്യവിചാരകത്വം എന്നത് ചൂഷണത്തെ ചെറുക്കുകയും പ്രതിരോധം തീർക്കുകയും അതിന് ബദലായി നീതിപൂർവകമായ ഒരു വ്യവസ്ഥയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക എന്നതാണ്. 3, കാര്യവിചാരകത്വം ക്രിസ്തുവിന്റെ പ്രതിഫലനമാണ്. ഈ കഥയോടനുബന്ധിച്ച് ക്രിസ്തുവിന്റെ വിജയകരമായ പട്ടണപ്രവേശം ലൂക്കോസ് പരാമർശിക്കുന്നതിനാൽ 2 തരം രാജാക്കന്മാർ തമ്മിലുള്ള വൈരുദ്ധ്യം സ്ഥാപിക്കുന്നു. ചൂഷകനായ രാജാവായിട്ടല്ല, സമാധാനത്തിന്റെ രാജാവായി യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. ലൂക്കോസ് 19-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവൻ പ്രതിനിധാനം ചെയ്യുന്നത് ചൂഷണമല്ല, മറിച്ച് വൈകി എത്തുന്നവർക്ക് തുല്യവേതനം. മത്തായി 20-ന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാം. ക്ഷീണിച്ചവർക്ക് വിശ്രമം. അവനെ സംബന്ധിച്ച് ലാഭമുണ്ടാക്കുന്നവരല്ല, ദരിദ്രരത്രേ ഭാഗ്യവാന്മാർ. ഒടുവിലായി ലോകത്തിനായി തന്റെ ജീവൻ പോലും നൽകുന്ന രാജാവായ യേശു. കാര്യവിചാരകത്വം എന്നത് ക്രിസ്തുവിന്റെ പ്രതിഫലനമാണ്. അതിനർത്ഥം വിഭവങ്ങൾ, ആസ്തികൾ ശേഖരിച്ച് കൂട്ടിവെക്കാനല്ല, പങ്കിടാനാണ് ജീവിതം. അധികാരം, ആധിപത്യം പുലർത്താനല്ല, എല്ലാവരെയും സുഖപ്പെടുത്താനായിട്ട്. സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്റ്റം പറഞ്ഞു, കൂടുതൽ ഉള്ളവരല്ല സമ്പന്നർ, മറിച്ച് കൂടുതൽ നൽകുന്നവരാണ്. യഥാർത്ഥ കാര്യവിചാരകത്വം അളക്കുന്നത് ദൈവത്തിന്റെ സ്വയം നൽകുന്ന സ്നേഹത്തിൽ ഒരുവൻ എത്രത്തോളം പങ്കെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ലോക മാനദണ്ഡങ്ങളാൽ നാം നിരസിക്കപ്പെടുകയോ കുരിശിലേറ്റപ്പെടുകയോ ആണെങ്കിൽ പോലും ഒരു കാര്യസ്ഥനാകുക എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതത്തെ മാതൃകയാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കാര്യവിചാരകത്വം എന്നാൽ ദൈവരാജ്യത്തിനായുള്ള അധ്വാനങ്ങൾ ലാഭകരമാക്കുക എന്നല്ല, ദൈവത്തിന്റെ ബദൽ വ്യവസ്ഥിതിയുടെ അടയാളങ്ങളായി ജീവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. 3 കാര്യങ്ങൾ. കാര്യവിചാരകത്വം പ്രതിബദ്ധതയുടെ പ്രകാശനമാണ്. നമ്മുടെ കൂറ് പ്രതിബദ്ധത ആരോടാണ്? 2, കാര്യവിചാരകത്വം ചൂഷണ സംസ്കാരത്തോടുള്ള പ്രതിരോധമാണ്. ചൂഷണപരമായ വ്യവസ്ഥകളെ നാം നിരസിക്കാറുണ്ടോ? പ്രതിരോധം തീർക്കാറുണ്ടോ? 3, കാര്യവിചാരകത്വം ക്രിസ്തുവിന്റെ പ്രതിഫലനമാണ്. ക്രിസ്തുവിന്റെ രാജ്യത്തിന് അനുസൃതമായി ജീവിക്കുന്ന, കുരിശു ചുമക്കുന്നവരാണോ നാം? ചൂഷണത്തെ ചെറുക്കുകയും തകർന്നവരോടൊപ്പം നിൽക്കുകയും നന്മയ്ക്കായി ജീവൻ പോലും നൽകുകയും ചെയ്യുന്ന ഉത്തമ രാജാവായ ക്രിസ്തുവിന്റെ മാതൃകയിൽ വിശ്വസ്തരായ കാര്യസ്ഥന്മാരായി നാം കണക്കാക്കപ്പെടുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ,
ഈ ലോകത്തിൻ്റെ വ്യാജ രാജ്യത്വങ്ങളെ ചെറുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ഞങ്ങളെ ഏൽപ്പിക്കുന്ന സമ്പത്ത്, സ്വാധീനം, സമയം ഇവ ചൂഷണം ചെയ്യുവാനായിട്ടല്ല, ജീവൻ നൽകാൻ വന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്വം പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.